ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോട്ട്സ് ബുക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലുള്ള സെക്കൻഡ് എക്സസൈസ്, അതായത് പേജ് നമ്പർ 15 എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ബിലോ. ഓക്കെ, അപ്പോൾ താഴെ തന്നിട്ടുള്ള സീക്വൻസസിന് നമ്മൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടെത്താണ് വേണ്ടത്. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസിൻ്റെ ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷന് കണ്ടെത്താം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യന് ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കാണണം. സോ ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് നമുക്ക് എഴുതാം 1, 3, 5, 7 അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. ആൻഡ് നമുക്ക് ജനറൽ ഫോമുല ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. xn is equal to f plus n minus 1 into d, or xn is equal to dn plus f minus d. ഇത് രണ്ട് ഇക്വേഷന് പഠിച്ചിട്ട് കൺഫ്യൂഷൻ ആവണ്ട. ഏതെങ്കിലും ഒന്ന് എനിക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് വെച്ചാൽ അത് പഠിക്കുക. രണ്ടും സെയിം തന്നെയാണ്. ഈ ഡീനെ നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് ഇട്ടതാണ് ഈ സെക്കൻഡ് ഇക്വേഷൻ. പക്ഷേ ചിലർക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ച് ഈസി ആയിട്ട് തോന്നുക. അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക, രണ്ടാമത്തെ ഫോളോ ചെയ്യാം. സോ ഞാനിപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചിട്ടാണ് ഫോളോ ചെയ്യുന്നത്. ഇതാവുമ്പോൾ കുറച്ചുകൂടി നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒരു സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് കുറഞ്ഞു കിട്ടും, അത്രേ ഉള്ളൂ. സോ ഇതിൽ ഫസ്റ്റ് ടേം എഫ് എന്ന് പറയുന്നത് ഈ സീക്വൻസിൽ 1 ആണ്. ഓക്കെ, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. ദെൻ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് നമ്മൾ അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ഡിഫറൻസ് കാണുന്നതാണല്ലോ. അപ്പോൾ x2 മൈനസ്, അതായത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യാം. 3 - 1 3 - 1 ചെയ്യുമ്പോൾ 2 എന്ന ആൻസർ വരും. സോ ഇനി നമ്മൾ ഈ രണ്ട് ടേംസ്, ഇത് f is equal to 1 d is equal to 2 എന്നുള്ളതും നമ്മൾ ജനറൽ ഫോമിലേക്ക് ഇട്ട് കൊടുക്കാം. സോ xn is equal to d എന്ന് പറയുന്നത് 2 ആണ്. സോ dn എന്ന് പറയുന്നത് 2 into n പ്ലസ് f മൈനസ് d. f എന്താ അവിടെ 1 മൈനസ് d. ഇത് നമുക്ക് ജസ്റ്റ് ഒരു ബ്രാക്കറ്റിലാക്കാം. ഓക്കെ, f മൈനസ് d എന്ന് പറയുമ്പോൾ 1 മൈനസ് 2 എന്ന് വരും. അപ്പോൾ ഇവിടെ xn is equal to 2n 1 മൈനസ് 2 എന്ന് പറയുന്ന -1. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 4 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യന് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. സോ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്. അതിൽ ഓരോ ടേംസും നമ്മൾ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ഉണ്ടാവണം. സോ അങ്ങനെ ഒരു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ് ഈ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യന്. അപ്പോൾ അത് കാണുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞതാണ്. സോ നമുക്കൊന്നുകൂടി നോക്കാം. 3 ഇൻറ്റു ഫസ്റ്റ് ടേം കാണാൻ വേണ്ടി 3 × 0 + 1 അതായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ടേം, അതായത് 1 എന്ന് വരും. ദെൻ നെക്സ്റ്റ് 3 × 1 + 1 which is equal to 4. Then 3 × 2 + 1 which is equal to 7. Then 3 × 3 + 1 equal to 10. അപ്പോൾ ഇങ്ങനെയാണ് ഈ സീക്വൻസ് കണ്ടിന്യൂ ചെയ്തു പോവുക. അപ്പോൾ നമുക്ക് സീക്വൻസ് ചെയ്താൽ 1, 4, 7, 10 എക്സെട്ര. സോ ഇതിൽ ഫസ്റ്റ് ടേം എന്താണ്? എഫ് is equal to, ഇവിടെ ഫസ്റ്റ് ടേം 1 ആണ്. ഓക്കെ, ദെൻ ഡി കോമൺ ഡിഫറൻസ് is equal to സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതായത് 4 - 1. 4 - 1 എന്ത് വരും? 3. ആൻഡ് നമുക്ക് ജനറൽ ഫോം അറിയാം. xn is equal to dn പ്ലസ് f മൈനസ് d. അപ്പോൾ ഇതിൽ ഡയറക്റ്റായിട്ട് ഡിനും എഫ്ക്കും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. xn is equal to dn, d എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 × n പ്ലസ് എഫിൻ്റെ വാല്യൂ 1. അപ്പോൾ 1 മൈനസ് ഈ d എന്ന് പറയുന്ന വാല്യൂ 3. ഓക്കെ, അപ്പോൾ xn is equal to 3n 1 - 3 എന്ന് പറയുമ്പോൾ -2 വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ തേർഡ് സബ് ക്വസ്റ്റ്യൻ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. തേർഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 1 എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് ആണ്. ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് കാണണം. സോ ഇവിടെ സീക്വൻസ് എന്ന് പറയുന്നത് 1, 11, 21, 31 അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. സോ ഇവിടെ ഫസ്റ്റ് ടേം അതായത് എഫ് എന്ന് പറയുന്നത് 1 വരും. ആൻഡ് ഡി is equal to 11 - 1 എന്താ 10. ഓക്കെ, ഇങ്ങനെയാണ് എഫും
ഡിയും കിട്ടുന്നത്. സോ നമുക്ക് നമ്മുടെ ജനറൽ എക്സ്പ്രഷൻ ഇക്വേഷൻ ഇട്ടിട്ട് ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കാണാം. സോ എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. സോ ഡീൻ്റെ വാല്യൂ എന്താ വരുന്നത് 10 ഇൻറ്റു എൻ പ്ലസ് എഫിൻ്റെ വാല്യൂ 1 ആണ്, 1 മൈനസ് ഡി, അതായത് ഡി 10. ഓക്കെ, അപ്പോൾ എക്സ് എൻ ഇസ് ഈക്വൽ ടു 10n മൈനസ് 9 എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ, ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 1ഉം 6ഉം എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് കാണാം. ആ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോം ചെയ്യാം. അപ്പോൾ സീക്വൻസ് നമുക്ക് എഴുതാം 1, 6, 11, 16 എക്സെട്ര. സോ ഇതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്ന എഫ് ഇസ് ഈക്വൽ ടു 1ഉം ഡി എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 6 മൈനസ് 1 5 എന്ന് വരും. ഓക്കെ, അപ്പോൾ ജനറൽ എക്സ്പ്രഷൻ, അതായത് ജനറൽ ഫോർമുല എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഓക്കെ, അപ്പോൾ എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡിക്ക് ഡയറക്റ്റ് വാല്യൂ കൊടുക്കുക. ഡീൻ്റെ വാല്യൂ എന്താണ് 5 ആണ്. സോ 5 ഇൻറ്റു എൻ പ്ലസ് എഫിൻ്റെ വാല്യൂ 1 മൈനസ് ഡീൻ്റെ വാല്യൂ 5. ഓക്കെ, അപ്പോൾ എക്സ് എൻ ഇസ് ഈക്വൽ ടു 5n, പിന്നെ ഇവിടെ എന്താ 1 മൈനസ് 5 ആണ്. 1 മൈനസ് 5 എന്ന് പറയുമ്പോൾ -4 വരും. സോ -4. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യന് ഫോർ ദ സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺസ് സ്റ്റാർട്ടിംഗ് വിത്ത് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ റൈറ്റ് ദ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ദ സീക്വൻസ് ഓഫ് ദി സം of inner angles, the sums of outer angles, the measures of an inner angle and measures of an outer angle. സോ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് കുറച്ച് റെഗുലർ പോളിഗൺസ് കൺസിഡർ ചെയ്യുക. അതായത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ദെൻ സ്ക്വയർ, പിന്നെ ഒരു റെഗുലർ പെൻഡഗൺ, റെഗുലർ ഹെക്സഗൺ, അങ്ങനെ ഒരു സീരീസ് കൺസിഡർ ചെയ്യുക. ആ സീരീസിൻ്റെ, ആ സീക്വൻസിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ സീക്വൻസ് എഴുതിയിട്ട് ആ സീക്വൻസിന് നമ്മളൊരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടെത്തുക. അതേപോലെ തന്നെ ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മിനും പിന്നെ ഓരോ ഇന്നർ ആംഗിൾസിൻ്റെ, അതായത് ഒരു ഇന്നർ ആംഗിൾസിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് ആ സീക്വൻസിന് ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടെത്തുക. അതേപോലെ ഔട്ടർ ആംഗിൾസിൻ്റെയും ഓരോ ഔട്ടർ ആംഗിൾസിൻ്റെയും കാണാം. ഓക്കെ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഒരു സീക്വൻസ് ഫോം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ഈ സെയിം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ആ സീക്വൻസിൻ്റെ, നമ്മൾ മുന്നേ കണ്ട സീക്വൻസിൻ്റെ ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടെത്തിയാൽ മാത്രം മതി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യന് സീക്വൻസ് ഓഫ് സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ സീക്വൻസ് കണ്ടതാണ്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിളിൽ ഇന്നർ ആംഗിൾസിൻ്റെ സം എത്ര വരിക 180 ഡിഗ്രിയാണ് വരിക. ദെൻ നെക്സ്റ്റ് സ്ക്വയർ ആണ്. സ്ക്വയറിൽ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് 360 വരും. ദെൻ നെക്സ്റ്റ് പെൻറ്റഗണിൽ 540 ഡിഗ്രീസ്. ദെൻ ഹെക്സഗണിൻ്റെത് 720 ഡിഗ്രീസ്. അപ്പോൾ ഇങ്ങനെയാണ് സീക്വൻസ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഇനി ഇതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് എഴുതാം. എക്സ് എൻ ഇസ് ഈക്വൽ ടു, ജനറൽ ഫോം എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഓക്കെ, അപ്പോൾ ഇതിൽ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് എന്താണ് 360 മൈനസ് 180. ഓക്കെ, 360 സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 360 മൈനസ് 180 വിച്ച് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രീസ് എന്ന് വരും. ദെൻ ഫസ്റ്റ് ടേം എഫ് ഇസ് ഈക്വൽ ടു 180. ഓക്കെ, അപ്പോൾ എക്സിന് കാണാൻ എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി എൻ ആണ് ഫസ്റ്റ് എഴുതേണ്ടത്. അപ്പോൾ ഡീൻ്റെ വാല്യൂ 180 ആണ്. 180 ഇൻറ്റു എൻ പ്ലസ് എഫ് മൈനസ് ഡി. അതിൽ എഫ് എന്ന് പറയുന്നത് 180 ആണ്. ദെൻ മൈനസ് ഡി, ഡീൻ്റെ വാല്യൂ 180. ഓക്കെ, അപ്പോൾ എക്സ് എൻ ഇസ് ഈക്വൽ ടു 180 എൻ, ഇവിടെയുള്ള 180 എൻ. ഇവിടെ നെക്സ്റ്റ് വരുന്നത് 180 മൈനസ് 180 ആണ്. അപ്പോൾ എന്താവും, അപ്പോൾ 0 ആയിരിക്കും. 180 മൈനസ് 180 ക്യാൻസൽ ആയി പോയി. ദെൻ എക്സ് എൻ ഇസ് ഈക്വൽ ടു 180 എൻ.
അപ്പോൾ സം ഓഫ് ഔട്ടർ ആംഗിൾസിൻ്റെ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനാണ് നമ്മൾ നെക്സ്റ്റ് എഴുതേണ്ടത്. സോ ഔട്ടർ ആംഗിൾസിൻ്റെ സം എപ്പോഴും 360 ആണ് വരിക. ഏത് കേസസിലാണെങ്കിലും, ഇപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിലും സ്ക്വയർ ആണെങ്കിലും പെൻറ്റഗൺ ആണെങ്കിലും ഒക്കെ സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് എപ്പോഴും 360 ആയിരിക്കും. സോ സീക്വൻസ് എങ്ങനെ വരും? ട്രയാങ്കിളിൻ്റെ 360, ദെൻ നെക്സ്റ്റ് സ്ക്വയറിൻ്റെതും 360, ദെൻ പെൻറ്റഗണിൻ്റെത് 360, ഹെക്സഗണിൻ്റെതും 360. സോ ഇത് കണ്ടിന്യൂ ചെയ്തു പോകും. സോ ഇനി നമ്മൾക്ക് ഓൾജിബ്രിക് എക്സ്പ്രഷൻ കാണാം. എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ടേം എന്താ? ഫസ്റ്റ് ടേം എഫ് ഇസ് ഈക്വൽ ടു ഇവിടെയുള്ള 360 ആണ് ഫസ്റ്റ് ടേം. അപ്പോൾ 360 എഴുതി. ദെൻ ഡി ഇസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതായത് 360 മൈനസ് 360 എന്താണ്? 0 വരും. സോ എക്സ് എൻ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഡി ഇൻറ്റു എൻ ആണ് എഴുതുന്നത്. അപ്പോൾ ഡീൻ്റെ വാല്യൂ ഇവിടെ 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു എൻ വിൽ ബി 0 ആയിരിക്കും. ഓക്കെ, ഇത് 0 എൻ ആണ്. ദെൻ പ്ലസ് എഫ് മൈനസ് ഡി, എഫ് ഇവിടെ 360, ദെൻ മൈനസ് ഡി എന്ന് പറയുന്നത് അഗെയിൻ 0. അപ്പോൾ എക്സ് എൻ ഇസ് ഈക്വൽ ടു 0 ഇൻറ്റു എൻ 0 ആയിപ്പോയി. ദെൻ ഇവിടെ 360 വരും, ദെൻ മൈനസ് 0. അപ്പോൾ എക്സ് എൻ ഇസ് ഈക്വൽ ടു 360 ആൻസർ വരും. ഇവിടെ നമ്മൾ ഓരോ ഇന്നർ ആംഗിൾസിൻ്റെയും, അതായത് ഇപ്പോൾ നമ്മൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ഇന്നർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 നമ്മൾ നേരത്തെ കണ്ടു. പക്ഷേ ഇവിടെ ഓരോ സിംഗിൾ ആംഗിൾസിൻ്റെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ 180/3 ചെയ്യണമല്ലോ ഓരോ ആംഗിൾസിൻ്റെയും മെഷർമെൻറ്റ് കിട്ടണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഓരോ ആംഗിൾസിൻ്റെയും മെഷർമെൻറ്റ് എഴുതിയിട്ട് അതിൻ്റെ സീക്വൻസിന് ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോം ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ നേരത്തെ ഇവിടെ സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടു അല്ലേ? സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്താ കണ്ട്? 180 ഡിഗ്രീസ് കിട്ടി. ദെൻ നെക്സ്റ്റ് സ്ക്വയറിൻ്റെ 360 കിട്ടി, പെൻറ്റഗണിൻ്റെത് 540 കിട്ടി, ദെൻ ഹെക്സഗണിൻ്റെ 720 കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ സീക്വൻസ് നേരത്തെ സം ഓഫ് ഇന്നർ ആംഗിൾസിൽ നമ്മൾ കണ്ടത്. സോ ഇനി ഇതിൻ്റെ ഓരോ ആംഗിൾസിൻ്റെയും മെഷർമെൻറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ആംഗിൾസ്, ഇപ്പോൾ എത്ര? ഇവിടെ ട്രയാങ്കിളിൻ്റെ കേസിലാണെങ്കിൽ 3 ആംഗിൾസ് ഉള്ളത്. അപ്പോൾ ബൈ 3, അതായത് 180/3 ചെയ്യണം ഒരു ആംഗിളിൻ്റെ മെഷർമെൻറ്റ് കിട്ടണമെങ്കിൽ. സോ ഇവിടെ 180/3 വരും. ദെൻ നെക്സ്റ്റ് ടേം 360/360 എന്താ? സ്ക്വയറിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണ് നമുക്ക് 360 കിട്ടിയത്. സോ 360 എത്ര ആംഗിൾസ് അവിടെ ഉള്ളത്? 1 2 3 4. സോ 360/4. ദെൻ അടുത്തത് പെൻറ്റഗണ് 5 സൈഡ്സും 5 ആംഗിൾസും അല്ലേ ഉള്ളത്? അപ്പോൾ 540/5. ഇതൊക്കെ റെഗുലർ പോളിഗൺസ് ആയതുകൊണ്ടാണ് ആംഗിൾസ് ഈക്വൽ വരുന്നത്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യനിൽ കൺസിഡർ ചെയ്യാൻ പറഞ്ഞത് റെഗുലർ പോളിഗൺസ് ആണ്. അപ്പോൾ അതിൻ്റെ സൈഡ്സും ഈക്വൽ ആയിരിക്കും, ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് ഇങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ ഈക്വലി ഓരോ ആംഗിൾസിൻ്റെയും മെഷർമെൻറ്റ് ഈക്വൽ ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ഹെക്സഗണിൻ്റെത് 720 ഹെക്സഗൺ എത്ര ആംഗിളാണുള്ളത്? 1 2 3 4 5 6. ഓക്കെ, 6 ആംഗിൾസ് വരും. സോ ഇങ്ങനെയാണ് ഈ സീക്വൻസ് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് കണ്ട് അങ്ങനെ വേണമെങ്കിലും ഈ എക്സ്പ്രഷൻ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടെത്താം. പക്ഷെ കുറച്ചും കൂടി ഈസി ആയത് എന്താണെന്ന് വെച്ചാൽ ഇതന്നെ ഈ ഒരു ഫോർമാറ്റിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഇതിൻ്റെ എക്സ്പ്രഷൻ കാണുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി. കാരണം നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ, അതായത് സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്നുള്ളതിൻ്റെ സീക്വൻസ് കണ്ടതിൽ നമ്മൾ ഈ 180 360 540 720 അതായത് ഈ ന്യൂമറേറ്റേഴ്സ് വരുന്നതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓൾറെഡി കണ്ടതാണ്. അത് എങ്ങനെ നമുക്ക് കിട്ടിയത്? 180 ഇൻറ്റു n എന്നാണ് അതിൻ്റെ ആൻസർ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇനി നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ കാണണമെങ്കിൽ ഈ ന്യൂമറേറ്റേഴ്സിൻ്റെ ഓൾറെഡി 180 കിട്ടി. സോ ഡിനോമിനേറ്റേഴ്സിൻ്റെ മാത്രം, അതായത് 3 4 5 6 എന്ന് പറയുന്ന സീക്വൻസ് ഉണ്ടല്ലോ, 3 4 5 6 എക്സെട്ര. ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടിട്ട് അത് ഇതിൻ്റെ 180n എന്നുള്ള ആ വാല്യൂവിന് ഒരു ഡിനോമിനേറ്ററായിട്ട് നമ്മൾ അവിടെ ഈ കിട്ടുന്ന സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാം. സോ ഇവിടെ 3 4 5 6 എന്ന് പറയുന്ന ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കാണണമെങ്കിൽ ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 വരും. ആൻഡ് കോമൺ ഡിഫറൻസ് d ഈസ് ഈക്വൽ ടു 4 മൈനസ് 3 1 വരും. ഓക്കെ, അപ്പോൾ xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. സോ xn ഈസ് ഈക്വൽ ടു
ഡീൻ്റെ വാല്യൂ 1 ആണ്. സോ 1n പ്ലസ് എഫിൻ്റെ വാല്യൂ 3 മൈനസ് ഡീൻ്റെ വാല്യൂ 1. ഓക്കെ, അപ്പോൾ ഡിക്ക് പകരം 1 കൊടുത്തു, എഫിന് പകരം 3 കൊടുത്തു. സോ എക്സ് എൻ ഇസ് ഈക്വൽ ടു n പ്ലസ് ഇവിടെ 3 മൈനസ് 1 എന്ന് പറയുന്നത് 2 വരും. ഓക്കെ, അപ്പോൾ ഈ ഡിനോമിനേറ്ററിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനാണ് n പ്ലസ് 2 എന്ന് പറയുന്നത്. അതായത് ഇവിടെ 3, 4, 5, 6 എന്ന് വരുന്ന ആ സീക്വൻസിൻ്റെ. സോ നമുക്കിവിടെ 180n എന്നുള്ളത് ന്യൂമറേറ്ററിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനും ദെൻ n പ്ലസ് 2 എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനും കിട്ടി. സോ ഇതാണ് നമ്മളോട് ഇവിടെ ചോദിച്ച മെഷർ ഓഫ് ആൻ ഇന്നർ ആംഗിൾ എന്ന് പറയുന്ന ആ ഒരു സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 180n ബൈ n പ്ലസ് 2. സോ ഇനി ഔട്ടർ ആംഗിൾസിൻ്റെ മെഷർമെൻറ്റ് കണ്ടിട്ട് അതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മെഷർമെൻറ്റ്സ് എന്തൊക്കെയാണ് വരിക? അപ്പോൾ ഇവിടെ ഇന്നർ ആംഗിൾസ് ട്രയാങ്കിളിൻ്റെ കേസിൽ ഇന്നർ ആംഗിൾ 60 ആണ്. സോ എക്സ്റ്റീരിയർ ആംഗിൾസ് അതായത് ഔട്ടർ ആംഗിളിൻ്റെ വാല്യൂ എന്ത് വരും? 180 മൈനസ് 60 അതായത് 120 വരും. ദെൻ നെക്സ്റ്റ് സ്ക്വയറിൻ്റെ കേസിൽ ഇന്നർ ആംഗിൾ 90 ആണെന്ന് ഓൾറെഡി കണ്ടു. സോ 180 മൈനസ് 90 എന്ന് പറയുന്നത് 90 കിട്ടും. സോ 90 ഡിഗ്രീസ്. ദെൻ അടുത്തത് പെൻറ്റഗണ്ടത് അതേപോലെ തന്നെ ചെയ്യുമ്പോൾ 72 ഡിഗ്രീസ് വരും. ദെൻ 60 ഡിഗ്രീസ്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. പക്ഷേ നമുക്ക് നേരത്തെ ചെയ്ത അതായത് ഇന്നർ ആംഗിൾസിൻ്റെ കേസിൽ ചെയ്ത സെയിം രീതിയിൽ ആ ഒരു രീതിയിൽ തന്നെ ഔട്ടർ ആംഗിൾസിൻ്റെയും ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി. ഓക്കെ, അപ്പോൾ ആ മെത്തേഡ് നമുക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്തു ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ സെക്കൻഡ് വൺ അതായത് എക്സസൈസിലെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ സെക്കൻഡ് വൺ എങ്ങനെ നമ്മൾ ചെയ്തത്? സം ഓഫ് ഔട്ടർ ആംഗിൾസ് കണ്ടു. അതായത് ട്രയാങ്കിളിൻ്റെയും സ്ക്വയറിൻ്റെയും പെൻറ്റഗണിൻ്റെയും ഹെക്സഗണിൻ്റെയും ഒക്കെ ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതായത് 360 ആയിരുന്നു അല്ലേ? എല്ലാത്തിൻ്റെയും 360 ആയിരുന്നു ഉണ്ടായിരുന്നത്. 360 ദെൻ അഗെയിൻ പെൻറ്റഗണിൻ്റെതും 360 ഹെക്സഗണിൻ്റെതും 360 ഇങ്ങനെയാണ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നർ ആംഗിൾസിൻ്റെ ടോട്ടൽ സമ്മ് കണ്ടിട്ട് ഓരോ ഇന്നർ ആംഗിൾസിൻ്റെയും മെഷർമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്ത്? ആ ടോട്ടൽ സമ്മിന്ന് ഡിവൈഡഡ് ബൈ എത്ര ആംഗിൾസ് ഉണ്ടോ അത് ചെയ്തു അല്ലേ? ഫോർ എക്സാമ്പിൾ ട്രയാങ്കിളിൻ്റെ നമ്മൾ 180/3 ചെയ്തു ഓരോ ഇന്നർ ആംഗിളിൻ്റെയും മെഷർമെൻറ്റ് കാണാൻ. അതേപോലെ തന്നെ ഔട്ടർ ആംഗിൾസിൻ്റെയും ഓരോ ഔട്ടർ ആംഗിൾസിൻ്റെയും മെഷർമെൻറ്റ് കാണാൻ ടോട്ടൽ സം അതായത് സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് 360 ഡിവൈഡഡ് ബൈ എത്ര ആംഗിൾസ് ആണ് വരുന്നത് അത് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രയാങ്കിളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 360 ബൈ എത്ര ആംഗിൾസ് ആണുള്ളത്? ട്രയാങ്കിളിന് 3 ആണുള്ളത്. അപ്പോൾ 360/3 ചെയ്യാം. ദെൻ നെക്സ്റ്റ് സ്ക്വയറിൻ്റെതാണെങ്കിൽ 360/4 ചെയ്യാം. ദെൻ അടുത്തത് പെൻറ്റഗണ്ടത് 360/5 ചെയ്യുക. ഹെക്സഗണ്ടത് 360/6 ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓരോ ഔട്ടർ ആംഗിൾസിൻ്റെയും മെഷർമെൻറ്റ് കിട്ടും. 360/3 ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 120 വരും. ഓക്കെ, അപ്പോൾ 360/4 ചെയ്താൽ 90 വരും. അങ്ങനെ എല്ലാം അത് തന്നെ വാല്യൂ വരിക. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു ഫോർമാറ്റിൽ ഈ സീക്വൻസിനെ എഴുതാം. ഇനി നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തു സം ഓഫ് ഔട്ടർ ആംഗിൾസിൻ്റെ അതായത് ഈ 360 എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓൾറെഡി എഴുതിയതാണ്. എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത്? 360 തന്നെ നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനെ തൊട്ട് മുന്നേ ചെയ്ത മെഷർ ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ ക്വസ്റ്റ്യനിൽ ഈ സീക്വൻസിൻ്റെ അതായത് ഡിനോമിനേറ്റേഴ്സിൻ്റെ 3, 4, 5, 6 എന്ന് പറയുന്ന ഡിനോമിനേറ്റേഴ്സ് വരുന്ന സീക്വൻസ് ഉണ്ടല്ലോ, ആ സീക്വൻസിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടു. എന്താ വന്നത്? ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ xn = n+2 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയും സെയിം തന്നെയല്ലേ ഡിനോമിനേറ്റർ വരുന്നത്? 3, 4, 5, 6 എന്നാണ് ഡിനോമിനേറ്റർ വരുന്നത്. അതായത് നേരത്തെ ചെയ്ത സെയിം ഡിനോമിനേറ്റേഴ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ നമ്മൾ ഈ ക്വസ്റ്റ്യനിലും ഡിനോമിനേറ്ററിന് ഈ സെയിം ഓൾജിബ്രിക് എക്സ്പ്രഷന് കൊടുക്കുക. അതായത് n+2 എന്ന് പറയുന്നത് ഓക്കെ n+2 എന്ന് പറയുന്ന ഓൾജിബ്രിക് എക്സ്പ്രഷൻ കൊടുക്കുക. അതായത് ഇവിടെ ന്യൂമറേറ്ററിൻ്റെ ന്യൂമറേറ്റേഴ്സ് മാത്രം വെച്ചിട്ടുള്ള സീക്വൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 360 എന്ന് വരും. അപ്പോൾ അതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനായ 360 ന്യൂമറേറ്റർ ആയിട്ടും
എഴുതുക. ആൻഡ് ഡിനോമിനേറ്റേഴ്സിൻ്റെ സീക്വൻസ് സെപ്പറേറ്റ് കാണാം. 3, 4, 5, 6 എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനും കാണാം. അത് നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തു, അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യാത്തത്. സോ അത് n+2 എന്നാണ് കിട്ടിയത്. അത് ഇവിടെ ഡിനോമിനേറ്റർ ആയിട്ടും കൊടുക്കുക. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് കിട്ടുന്നത്. അതായത് മെഷർ ഓഫ് എൻ ഔട്ടർ ആംഗിളിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് 360/n+2. അതായത് 360 എന്നുള്ളത് ന്യൂമറേറ്റേഴ്സിൻ്റെ സീക്വൻസ്, അതായത് 360 എന്ന് പറയുന്ന സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ ഓൾറെഡി നമ്മൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടു. അതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ 360 എന്നാണ്. xn = 360 എന്നാണ്. ദെൻ അടുത്തത് 3, 4, 5, 6 എക്സെട്ര, അതായത് ഡിനോമിനേറ്റർ വരുന്ന സീക്വൻസ്. അതിൻ്റെ എക്സ്പ്രഷൻ ഓൾജിബ്രിക് എക്സ്പ്രഷൻ xn = n+2 ആണ്. ഓക്കെ, അപ്പോൾ ഈ ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും സീക്വൻസ് രണ്ടും കമ്പൈൻ ചെയ്യുക. അതായത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 360/n+2 എന്ന് വരും. ഇനി ഈ എക്സസൈസിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, തേർഡ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിലും 4 സബ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. എന്നിട്ട് 3 ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. The first picture is got by removing the small triangle formed by joining the midpoints of an equilateral triangle. The second picture is got by removing such a middle triangle from each of the red triangles of the first picture. The third picture shows the same thing done on the second. സോ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു റെഡ് ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡ്സിൻ്റെയും മിഡ് പോർഷന് ഒരു ട്രയാങ്കിൾ മിഡ് പോർഷൻ ജോയിൻ ചെയ്തിട്ട് ഉള്ളിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിനെ നമ്മൾ ഒഴിവാക്കി, ഓക്കെ, റിമൂവ് ചെയ്തു. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഈ 3 ട്രയാങ്കിൾസ് സൈഡിൽ കിട്ടും. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് ടേം ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇപ്പോൾ അതായത് ഈ ടോട്ടൽ ഒരു റെഡ് ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൻ്റെ മിഡിൽ പോർഷനിൽ ഒരു ട്രയാങ്കിൾ നമ്മൾ റിമൂവ് ചെയ്തു. അപ്പോൾ സൈഡ്സിൽ ഇപ്പോൾ മേലെ ഒന്നും ലെഫ്റ്റ് സൈഡ് ഒന്നും റൈറ്റ് സൈഡിലൊന്നും ആയിട്ട് അങ്ങനെ 3 ട്രയാങ്കിൾസ് കിട്ടും. 3 റെഡ് ട്രയാങ്കിൾസ് കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ 3 റെഡ് ട്രയാങ്കിൾസിൻ്റെയും മിഡിൽ പോർഷനിൽ, അതായത് മിഡിൽ പാർട്ടിൽ നിന്ന് ഓരോ ട്രയാങ്കിൾ വീതം വീണ്ടും റിമൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ട്രയാങ്കിൾ മൂവ് ചെയ്തു, അതായത് ഇവിടെ ഒരു ട്രയാങ്കിൾ മൂവ് ചെയ്തു. ദെൻ അതേപോലെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള റെഡ് ട്രയാങ്കിളിൽ നിന്നും റൈറ്റ് സൈഡിലുള്ള റെഡ് ട്രയാങ്കിളിൽ നിന്നും ഓരോ ട്രയാങ്കിൾ വെച്ചിട്ട് മിഡിൽ നിന്ന് റിമൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നെക്സ്റ്റ് ഫിഗർ വരിക. അതായത് ഇത് സെക്കൻഡ് ടേം ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ദെൻ അടുത്തത് ഈ ഓരോ ചെറിയ റെഡ് ട്രയാങ്കിളിൻ്റെ മിഡിൽ പോർഷനും വീണ്ടും ഒരു ട്രയാങ്കിൾ, ഒരു ഈക്വൽ ആയിട്ടുള്ള ഏരിയ വരുന്ന ഒരു ട്രയാങ്കിൾ വീണ്ടും നമ്മൾ റിമൂവ് ചെയ്യാണ്. സോ വീണ്ടും നമുക്ക് ചെറിയ ട്രയാങ്കിൾസ്, കുറേ ചെറിയ റെഡ് ട്രയാങ്കിൾസ് കിട്ടും. അതാണ് ഈ ഫിഗർ തേർഡ് ടേം ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഈ സീക്വൻസ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ മിഡിൽ പോർഷന്, ഒരു റെഡ് ട്രയാങ്കിളിൻ്റെ മിഡിൽ പോർഷന് ഒരു ട്രയാങ്കിൾ റിമൂവ് ചെയ്യുക. ദെൻ അടുത്തത് ആ കിട്ടിയ റെഡ് ട്രയാങ്കിളിൻ്റെ, അതായത് ഇവിടെ കിട്ടിയ റെഡ് ട്രയാങ്കിളിൻ്റെ മിഡ് പോർഷന് വീണ്ടും ഒരു ട്രയാങ്കിൾ കൂടി ഒഴിവാക്കുക. ഓക്കെ, അങ്ങനെയാണ് ഈ സീക്വൻസ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് 4 കാര്യങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ, ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ഈച്ച് പിക്ചേഴ്സ്. അതായത് ഇതിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇവർ കൺസിഡർ ചെയ്യാൻ പറഞ്ഞ ഈ റെഡ് ട്രയാങ്കിളിന് മിഡിൽ പോർഷൻ റിമൂവ് ചെയ്തിട്ട് കിട്ടിയ ട്രയാങ്കിളാണ് നമ്മൾ ആദ്യത്തെ ടേം ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടേം. ദെൻ നെക്സ്റ്റ് ഇതാണ് സെക്കൻഡ് ടേം, ഇതാണ് തേർഡ് ടേം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്, എത്ര റെഡ് ട്രയാങ്കിൾസ് ആണ് ഓരോ പിക്ചറിലും ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ടേമിൽ എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? 1, 2, 3. ഓക്കെ, അപ്പോൾ 3. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതിൽ നിന്ന് വീണ്ടും ഈ സെൻറ്റർ പോർഷൻ, അതായത് മിഡിൽ പോർഷന് ഓരോ ട്രയാങ്കിൾ ഒഴിവാക്കി. അപ്പോൾ ഇവിടെ എത്ര റെഡ് റിമൈനിങ് കിട്ടുന്നത്? 1, 2, 3,
4 5 6 7 8 9 അതായത് ഈ റെഡ് ട്രയാങ്കിളിന് ഇവിടെ ഒന്ന് റിമൂവ് ചെയ്യുമ്പോൾ ബാക്കി 3 എണ്ണം കിട്ടും. അതേപോലെ തന്നെ ഇവിടെയുള്ള ഈ ട്രയാങ്കിളിൽ നിന്ന് 3 എണ്ണം കിട്ടും. ഈ ട്രയാങ്കിളിൽ നിന്നും നടുക്കിൽ നിന്ന് ഒന്ന് റിമൂവ് ചെയ്താൽ 3 എണ്ണം കിട്ടും. ഈ ട്രയാങ്കിളിൽ നിന്നും നടുവിൽ നിന്ന് ഒന്ന് റിമൂവ് ചെയ്താൽ ബാക്കി 3 എണ്ണം കിട്ടും. അപ്പോൾ ഓരോ റെഡ് ട്രയാങ്കിളിൽ നിന്നും വീണ്ടും 3 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ 3 × 3 അതായത് 9. അതായത് ഈ ട്രയാങ്കിളിൽ നിന്ന് 3 എണ്ണം, ഈ ട്രയാങ്കിളിൽ നിന്ന് 3 എണ്ണം, ഈ ട്രയാങ്കിളിൽ നിന്ന് 3 എണ്ണം. അപ്പോൾ 3 × 3 ആണ് അടുത്ത് വരുന്നത് 9. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവിടെ നമുക്ക് എത്ര നാൾ ഈ 9 ട്രയാങ്കിൾസ് കിട്ടി. ഓക്കെ, അടുത്തതിന് 1 2 3 4 5 6 7 8 9. ഓക്കെ, 9 റെഡ് ട്രയാങ്കിൾസ് കിട്ടി. ഇനി വീണ്ടും ഈ ട്രയാങ്കിൾസിനെ ഓരോ ട്രയാങ്കിൾസിനെയും നമ്മൾ 4 പോർഷൻ ആക്കിയിട്ട് മിഡ് പോർഷനിലുള്ള ഒരു ട്രയാങ്കിൾ റിമൂവ് ചെയ്യാണ്. അപ്പോൾ എത്ര വരും? 9 ട്രയാങ്കിൾസ് ഇതിൽ ടോട്ടൽ ഉണ്ട്. ആ 9 ട്രയാങ്കിൾസിൽ നിന്നും 3 ട്രയാങ്കിൾസ് വീതം വീണ്ടും വരും. ഓക്കെ, 9 × 3 അതായത് ഇവിടെ നമുക്ക് 1 2 3 ഇവിടെ ഈ ട്രയാങ്കിളിന് ഒന്ന് സെൻറ്ററിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 3 എണ്ണം വരും. അതായത് 1 2 3 ഇവിടെ 3 എണ്ണം വന്നു. ദെൻ ഈ ട്രയാങ്കിളിന് 3 എണ്ണം കിട്ടും. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ 3 എണ്ണം വരും. ദെൻ അടുത്തത് ഇവിടെ ഈ ട്രയാങ്കിളിന് 3, ഈ ട്രയാങ്കിളിൽ നിന്ന് 3 വരും, ഈ ട്രയാങ്കിളിൽ നിന്ന് 3 വരും. അങ്ങനെ ഈ ട്രയാങ്കിളിൽ നിന്നും വീണ്ടും നമുക്ക് 3 ട്രയാങ്കിൾസ് വെച്ചിട്ട് കിട്ടും. അപ്പോൾ 9 × 3 ആണ് വരുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ 9 ട്രയാങ്കിൾസ് 9 റെഡ് ട്രയാങ്കിൾസ് ആണുള്ളത്. ഈ റെഡ് ട്രയാങ്കിൾസ് നിന്ന് വീണ്ടും നമ്മൾ സെൻറ്ററിൽ നിന്ന് ഓരോ ട്രയാങ്കിൾ വീതം റിമൂവ് ചെയ്യാണ്. അപ്പോൾ ടോട്ടൽ ഒരു 4 ട്രയാങ്കിളിനുള്ള സ്പേസ് ഉണ്ടാകും. ആ സ്പേസിൽ നിന്ന് സെൻറ്ററിലുള്ളത് ഒരു പോർഷൻ മാത്രം നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ബാക്കി 3 പോർഷനല്ലേ ഉണ്ടാവുക. അപ്പോൾ ആ 9 ട്രയാങ്കിൾസിൽ നിന്നും 3 ട്രയാങ്കിൾസ് വീതം വീണ്ടും കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സീക്വൻസ് കണ്ടിന്യൂ ചെയ്തു പോവുക. അപ്പോൾ ആ സീക്വൻസ് എങ്ങനെ എഴുതാം? 3 9 27 എക്സെട്ര. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ടേക്കിംഗ് ദ ഏരിയ ഓഫ് ദ ഒറിജിനൽ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1 കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് എ സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഫസ്റ്റ് ദ അൺകട്ട് ആയിട്ടുള്ള ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഏരിയ ഈസ് ഈക്വൽ ടു 1. അങ്ങനെ വരുമ്പോൾ ഓരോ സ്മോൾ ട്രയാങ്കിൾസിൻ്റെയും, അതായത് ഇവിടെ ഇപ്പോൾ ഇതൊരു ട്രയാങ്കിൾ അങ്ങനെ ഓരോ സ്മോൾ ട്രയാങ്കിൾസിൻ്റെയും ഏരിയ എത്ര വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ട്രയാങ്കിളിനത് അൺകട്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് 1. ഓക്കെ, അപ്പോൾ ആ 1 ഏരിയ വരുന്ന ട്രയാങ്കിളിനെ നമ്മൾ 4 പോർഷൻസ് ആക്കിയിട്ടാണ് ആദ്യം ഡിവൈഡ് ചെയ്തത്. അതായത് 3 റെഡ് ട്രയാങ്കിളും പിന്നെ ഒരു റിമൂവ് ചെയ്തൊരു ട്രയാങ്കിളിൻ്റെ പോർഷനും ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര പോർഷനാണ്? 4 പോർഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ 1 എന്ന് ഉള്ള ഏരിയനെ നമ്മൾ 4 ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഒരു സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ത് വരും? 1/4 എന്ന് വരും. ഓക്കെ, ദെൻ അടുത്ത ട്രയാങ്കിളിലേക്ക് പോകുമ്പോൾ ഈ 1/4 കിട്ടിയ ഒരു ട്രയാങ്കിൾ, അതായത് ഫസ്റ്റ് നമ്മൾ ഒരു ട്രയാങ്കിളിനെ റിമൂവ് ചെയ്തു. അപ്പോൾ നമുക്കൊരു റെഡ് ട്രയാങ്കിൾ കിട്ടി. ആ ട്രയാങ്കിളിനെ അതിൻ്റെ ഏരിയ ആണെന്ത്? 1/4. അതിനെ നമ്മൾ വീണ്ടും 4 പോർഷൻസ് ആക്കിയിട്ട്, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാൽ ഈ സെൻറ്ററിലുള്ള ട്രയാങ്കിളിനെ നമ്മൾ റിമൂവ് ചെയ്തത്. അപ്പോൾ ഇവിടെ വീണ്ടും എന്താണ്? 4 പോർഷൻസ് വരുന്നുണ്ട്. 1 2 3 4. ഓക്കെ, അങ്ങനെ 4 ട്രയാങ്കിളാണ് വരുന്നത്. അതിൽ നിന്ന് ഒന്ന് റിമൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു ട്രയാങ്കിൾ കിട്ടും, ഇവിടെ ചെറിയൊരു ട്രയാങ്കിൾ കിട്ടും, ഇവിടെ ഒരു ചെറിയ ട്രയാങ്കിൾ കിട്ടും. അങ്ങനെയാണല്ലോ ഈ ഇമേജിലുള്ളത്. അതായത് ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 1. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഓൾറെഡി കിട്ടിയ 1/4ൻ്റെ ഒരു 1/4 ഭാഗമല്ലേ ഇത്? 4 പോർഷൻസ് ഉണ്ട്, അതിലത്തെ ഒരു ഭാഗം മാത്രമല്ലേ ഇത്? അപ്പോൾ ഈ 1/4ൻ്റെ 1/4 പോർഷനാണ് ഇതിൻ്റെ ഈ ഒരു സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ അല്ലെങ്കിൽ ഈ സെയിം ഏരിയയാണ് ഈ സ്മോൾ ട്രയാങ്കിളിനും. ഈ സ്മോൾ ട്രയാങ്കിളിനെ വീണ്ടും സെൻറ്ററിൽ നിന്ന് ഒരു ട്രയാങ്കിളും കൂടെ റിമൂവ് ചെയ്യുമ്പോൾ ഇവിടെ 4 പോർഷൻസ് വരും. ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇവിടെ ഒരു ട്രയാങ്കിൾ, ദെൻ ഇവിടെ ഒരു ട്രയാങ്കിൾ ആൻഡ്
സെൻറ്ററിൽ റിമൂവ് ചെയ്യുന്ന പോർഷൻ, അതായത് ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ. അപ്പോൾ നമ്മൾ അടുത്ത ടേം എന്താ വരിക? ഇതിപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ സെക്കൻഡ് ടേം 1/16 കിട്ടി. ഓക്കെ, ഇത് 1/4 × 1/4 എന്ന് പറയുന്നത് 1/16 ആണ്. അപ്പോൾ ആ 1/16 പോർഷൻ്റെ വീണ്ടും ഒരു കാൽ ഭാഗമാണ് അടുത്ത ചെറിയ ട്രയാങ്കിൾ വരുന്നത്, ചെറിയ റെഡ് ട്രയാങ്കിൾ വരുന്നത്. ഓക്കെ, അപ്പോൾ 1/16ൻ്റെ 1/4 പോർഷൻ. ഓക്കെ, നെക്സ്റ്റ് ടേമും ഇനി ഈ കിട്ടുന്നത് പോയിട്ട്, അതായത് 1/64 ആണ്. 1/60/1/4 എന്ന് ചെയ്യുമ്പോൾ 1/64 കിട്ടും. ആ 1/64ൻ്റെ 1/4 പോർഷൻ ആയിരിക്കും അടുത്ത സ്മോൾ റെഡ് ട്രയാങ്കിൾ വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ സീക്വൻസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇനി നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത്, വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ? ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ഓരോ സ്മോൾ ട്രയാങ്കിൾസിൻ്റെയും ഏരിയ ആണ് കണ്ടത് അല്ലേ? അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ഓരോ ടേംസിൻ്റെയും, അതായത് ഈ ഫിഗറിൽ ഫസ്റ്റ് പിക്ചറിൽ ടോട്ടൽ റെഡ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ കാണണം. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് അതായത് സെക്കൻഡ് ടേമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്കൻഡ് പിക്ചറിലുള്ള ടോട്ടൽ റെഡ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ കാണണം. ദെൻ അടുത്തത് ഇവിടെ ഉള്ള റെഡ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ കാണണം, അത് കാണണം. ഓക്കെ, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഫസ്റ്റ് പിക്ചറിലുള്ള ഒരു റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് എന്ത്, നമ്മൾ 1/4 എന്ന് നേരത്തെ ചെയ്തു. ഓക്കെ, അപ്പോൾ ആ 1/4, ഇപ്പോൾ ഇത് ഒരു റെഡ് ട്രയാങ്കിളിൻ്റെ മാത്രം ഏരിയ ആണ്. അങ്ങനെ എത്ര റെഡ് ട്രയാങ്കിളാണ് ഫസ്റ്റ് ഈ പിക്ചറിലുള്ളത്? 3 എണ്ണം അല്ലേ? 1, 2, 3. ഓക്കെ, അങ്ങനെ 3 എണ്ണമാണ്, 3 ചെറിയ റെഡ് ട്രയാങ്കിൾസ് ആണ് ഫസ്റ്റ് പിക്ചറിലുള്ളത്. അപ്പോൾ ഒന്നിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/4 ആണ്. അങ്ങനത്തെ 3 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻറ്റു 3 ചെയ്യാം. ദെൻ അടുത്തത് ഇവിടെ നമ്മൾ ഒരു സ്മോൾ റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ എത്ര കണ്ട്? 1/4 × 1/4, അതായത് 1/16 എന്ന് വരും. ഓക്കെ, ഈ 1/16 എന്ന് പറയുന്ന ഏരിയ ഉള്ള എത്ര ട്രയാങ്കിൾസ് ആണ് ഇവിടെ ഉള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9. അത് നമ്മൾ ഫസ്റ്റ് സീക്വൻസിൽ കണ്ടു അല്ലേ? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഇത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഫസ്റ്റിൽ എന്താ കണ്ടത്? ഇത് ഫസ്റ്റ് പിക്ചറിൻ്റെ, ഇത് സെക്കൻഡ് പിക്ചറിൻ്റെ, ഇത് തേർഡ് പിക്ചറിൻ്റെ. അപ്പോൾ സെക്കൻഡ് പിക്ചറിൽ നമുക്ക് 9 റെഡ് ട്രയാങ്കിൾസ് ആണ് കിട്ടിയത്. അപ്പോൾ 9. ഓക്കെ, 1/16 × 9. എങ്ങനെ വന്നതെന്ന് വെച്ചാൽ സെക്കൻഡ് പിക്ചറിൽ നമുക്ക് 9 റെഡ് ട്രയാങ്കിൾസ് ആണുള്ളത്. ഓക്കെ, ആ 9 റെഡ് ട്രയാങ്കിൾസ് ഇൻറ്റു ഒരു റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/4 × 1/4 ആണ്, അതായത് 1/16 ആണ്. ഓക്കെ, 1/16. അപ്പോൾ ടോട്ടൽ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ സെക്കൻഡ് പിക്ചറാണ് 1/16 × 9. അതേപോലെ തേർഡ് പിക്ചർ കൺസിഡർ ചെയ്യാം. തേർഡ് പിക്ചറിൽ ഒരു സ്മോൾ റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് 1/16 × 1/4 എന്ന് കണ്ടു. അത് 1/64 ആണ് അല്ലേ? 16 × 4 എന്ന് പറയുന്നത് 64 ആണ്. ഓക്കെ, അപ്പോൾ 1/64. അങ്ങനെ എത്ര ട്രയാങ്കിൾസ് ആണുള്ളത് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ റെഡ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ഈ ഇമേജിൽ, അതായത് തേർഡ് പിക്ചറിൽ നമുക്ക് 27 സച്ച് ട്രയാങ്കിൾസ് ഉണ്ട്, അങ്ങനെ റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. സോ 1/64 × 27. ഓക്കെ, ഇങ്ങനെയാണ് ഏരിയാസ് വരിക. അതായത് ആദ്യത്തെ പിക്ചറിൽ 3/4 ആണ് ടോട്ടൽ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾ വരുന്നത്. ദെൻ സെക്കൻഡ് പിക്ചറിൽ 9/16 ആണ് ടോട്ടൽ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ് വരുന്നത്. ദെൻ തേർഡ് പിക്ചറിൽ 27/64 ആണ് ടോട്ടൽ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ് വരുന്നത്. അപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻസും ഇതിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട് ടോട്ടലി. തേർഡ് ക്വസ്റ്റ്യനിൽ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 3 ക്വസ്റ്റ്യൻസ് ചെയ്തു. 3 ക്വസ്റ്റ്യനും പറഞ്ഞത് 3 സീക്വൻസസ് ഫോം ചെയ്യാനായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ സീക്വൻസ് ഫോം ചെയ്തത് 3, 9, 27 എക്സെട്ര എന്നായിരുന്നു. ദെൻ സെക്കൻഡ് സീക്വൻസ് ഫോം ചെയ്തത് 1/4, ദെൻ 1/16, 1/64 എക്സെട്ര ഇങ്ങനെ പോയി. ദെൻ തേർഡ് സീക്വൻസ് ലാസ്റ്റായിട്ട് ഫോം ചെയ്തത് 3/4, 9/16, 27/64 ഇങ്ങനെയാണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ചാൽ, റൈറ്റ് ദ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ദീസ് 3 സീക്വൻസസ് ഒബ്റ്റെയിൻഡ് ബൈ കണ്ടിന്യൂയിങ് ദിസ് പ്രോസസ്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ ചെയ്ത 3 സീക്വൻസസ് ഉണ്ടല്ലോ,
അതായത് നേരത്തെ ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ഫോർത്ത് ക്വസ്റ്റ്യന് മുന്നേ ഉണ്ടായിരുന്ന ഈ 3 ക്വസ്റ്റ്യനിലെയും സീക്വൻസിന് ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടെത്താനാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫോർത്ത് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സീക്വൻസ് എന്തെയ്യുന്നു 3, 9, 27 എക്സെട്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയത്. അപ്പോൾ ഇത് നമുക്ക് ഈ സീക്വൻസ് കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഇതൊക്കെ 3ൻ്റെ പവേഴ്സിൽ എഴുതാമല്ലേ നമുക്ക് ഈ സീക്വൻസിനെ. അപ്പോൾ ഇതിന് 3⁻1 എഴുതാം 3നെ, ദെൻ 9നെ നമുക്ക് 3⁻2 എന്ന് എഴുതാം. 3⁻2 9 ആണ്. ദെൻ നെക്സ്റ്റ് 3⁻3 എന്ന് പറയുന്നത് 27 ആണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഈ സീക്വൻസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടാവുക. ഇനി നെക്സ്റ്റ് ടേം വരിക 3⁻4 ആയിരിക്കും, ദെൻ 3⁻5 അങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ഓൾജിബ്രിക് എക്സ്പ്രഷനിലേക്ക് മാറ്റാൻ പറ്റും? ഇതിനെ നമ്മൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻ xn = 3⁻n എന്ന് എഴുതാം. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ n എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ആണല്ലോ കൺസിഡർ ചെയ്യുന്നത്. n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സീക്വൻസിൽ നോക്കുകയാണെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്താണ് 1, 2, 3, 4 എക്സെട്ര അങ്ങനെയല്ലേ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് പോകുന്നത്. അപ്പോൾ ഇവിടെ 3⁻1, ദെൻ 3⁻2, 3⁻3 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ 1, 2, 3 എന്നുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? xn = 3⁻n എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കിട്ടി. ദെൻ അടുത്ത് നോക്കാം. അടുത്ത് എന്ത് ചെയ്യുന്നു? സീക്വൻസ് എന്ന് പറയുന്നത് 1/4, 1/16, 1/64 എക്സെട്ര. ഇതായിരുന്നു സെക്കൻഡ് സീരീസ് നമ്മൾ കണ്ടെത്തിയത്. അതായത് നമ്മൾ ഓരോ സ്മോൾ ട്രയാങ്കിൾസ്, ഓരോ റെഡ് കളറുള്ള സ്മോൾ ട്രയാങ്കിൾസിൻ്റെയും ഏരിയ കണ്ട സീക്വൻസ് ആയിരുന്നു. ഓക്കെ, 1/4, 1/16, 1/64 അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ നേരത്തെ പോലെ തന്നെ ഇപ്പോൾ ഈ 3, 9, 27 എന്ന് പറയുന്ന സീക്വൻസിനെ ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷനായിട്ട് 3⁻n എന്ന ഫോമിൽ എഴുതി. അതേപോലെ ഇതും ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷനായിട്ട് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെ നമുക്ക് എഴുതാം? ഇതിനെ 1/4 എന്നുള്ളതിനെ 1/4⁻1 എന്ന് എഴുതാം. ഓക്കെ, അതേപോലെ 1/16 എന്നുള്ളതിനെ 1/4⁻2 എന്ന് എഴുതാം. നെക്സ്റ്റ് 1/4⁻3 എന്ന് എഴുതാം. ഓക്കെ, 4⁻3 എന്ന് പറയുന്നത് 64 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ xn = അതായത് ഓൾജിബ്രിക് എക്സ്പ്രഷനായിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? 1 എന്ന് പറയുന്നത് എപ്പോഴും കോമൺ ആണല്ലേ, മേലെ ന്യൂമറേറ്റർ എപ്പോഴും കോമൺ ആണ്. അപ്പോൾ ന്യൂമറേറ്റർ നമുക്ക് 1 എന്ന് തന്നെ എഴുതാം. ദെൻ താഴെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത് 4⁻1, 4⁻2, 4⁻3 അങ്ങനെയാണ്. അതായത് നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4 എന്നുള്ള ടേംസ് ആണ് പവറായിട്ട് 4ൻ്റെ പവറായിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് 4⁻n എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 1/4, 1/16, 1/64 എന്ന് പറയുന്ന സീക്വൻസിനെ നമുക്ക് ഓൾജിബ്രിക് എക്സ്പ്രഷനായിട്ട് കാണിക്കണമെങ്കിൽ xn = 1/4⁻n എന്ന് എഴുതാം. ഓക്കെ, ഇനി തേർഡ് സീക്വൻസ് നമ്മൾ കണ്ടത് ഇതായിരുന്നു. ടോട്ടൽ റെഡ് ഓരോ പിക്ചറിലും, ഇപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ ടോട്ടൽ റെഡിൻ്റെ ഏരിയ എത്ര വരുന്നുണ്ട്, ദെൻ സെക്കൻഡ് പിക്ചറിൽ ടോട്ടൽ റെഡ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ എത്ര വരുന്നുണ്ട്. ആ സീക്വൻസ് നമ്മൾ കണ്ടത് 3/4, 9/16, 27/64 എക്സെട്ര ഇങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്തു പോയത്. അപ്പോൾ ഇതിനും നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷന് കാണിക്കണം. സോ ഇവിടെ xn = ഇതിൽ ന്യൂമറേറ്റർ എന്താണ് 3, 9, 27 എന്നുള്ള സീക്വൻസ് ആണ്. സോ ഇത് നമ്മൾ ഓൾറെഡി കണ്ടു. 3, 9, 27 എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്താ കണ്ടത്? xn = 3⁻n. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 3⁻n എന്ന് എഴുതാം, ന്യൂമറേറ്ററിൻ്റെ മാത്രം. ഓക്കെ, 3, 9, 27 എക്സെട്ര എന്നുള്ള സീക്വൻസിനാണ് 3⁻n എന്ന് കാണിച്ചത്. അതേപോലെ ഡിനോമിനേറ്ററിൽ എന്ത് വരുന്നുണ്ട്? 4, 16, 64 എക്സെട്ര. അപ്പോൾ അതും നമ്മളിവിടെ കണ്ടു.
ഇപ്പോൾ ഇത് 4ൻ്റെ പവേഴ്സാണ്. 4⁻1 4⁻2 ഇത് 4⁻3 ആണ് 64. അത് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. ഇവിടെ 1/4⁻1 1/4⁻2 1/4⁻3 എന്ന് പറയുന്നതിന് ഓൾജിബ്രിക് എക്സ്പ്രഷൻ xn is equal to 1/4n ആണെന്ന് ഓൾറെഡി കണ്ടു. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ഡിനോമിനേറ്റേഴ്സിലാണ് 4ൻ്റെ പവേഴ്സ് വരുന്നത്. ഇത് 4⁻1 16 എന്ന് പറയുന്നത് 4⁻2 64 എന്ന് പറയുന്നത് 4⁻3 അങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ നമ്മൾ 4⁻n എന്ന് എഴുതി, അതേപോലെ ഇവിടെ 4⁻n എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ടേംസിൻ്റെ സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ 4⁻n എന്ന് കിട്ടും. അപ്പോൾ ടോട്ടലി നമുക്ക് 3/4 9/16 27/64 എന്ന് പറയുന്ന ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ 3n/4n. ഓക്കെ, ഇന്ന് നമ്മൾ സെക്കൻഡ് എക്സസൈസിലുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ചെയ്തു. 3 ക്വസ്റ്റ്യനാണ് ഉണ്ടായിരുന്നത്, അത് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് നെക്സ്റ്റ് ടെക്സ്റ്റിലുള്ളത്, അത് കവർ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.